ഹലോ ഗൈസ്, അങ്ങനെ ദേവയാനി അവന്തിക അച്ഛനോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞു കേൾക്കാണ്. ഇതിലൂടെ ദേവയാനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ അവന്തിക അവൾ അച്ഛനുമായി കൂടി ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അനന്തപുരിയെ ഇഞ്ചിഞ്ചായി തീർത്ത് അടിവേരിളക്കാനാണ് അച്ഛന്റെയും മകളുടെയും ഈ വരവ്. എന്തായാലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ദേവയാനി ഒട്ടും തന്നെ വൈകാതെ ഈ വിവരങ്ങളൊക്കെ മുത്തശ്ശനെ അറിയിക്കുന്നുണ്ട്. കാരണം മുത്തശ്ശൻ അനന്തപുരിയുടെ തലപ്പത്ത് നിന്ന് MD സ്ഥാനത്ത് നിന്നും ആദർശിനെ മാറ്റാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ ദുഃഖത്തിൽ ദേവയാനി ശരിക്കും മനം നൊന്ത് നിൽക്കാനിട്ടോ. ആ സമയത്താണ് ഇങ്ങനെ ഒരു പിടിവള്ളി കിട്ടിയത്. ഇതിൽ എന്തൊക്കെയോ സംശയം തോന്നിയിട്ടാണ് ദേവയാനി ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് ചെന്ന് പറയുന്നത്. ഇത് കേട്ട മൂർത്തി മുത്തശ്ശൻ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നാഗേന്ദ്രനാണ് AN ജ്വല്ലറിയുടെ MD എന്ന് മുത്തശ്ശൻ ഏകദേശം ഉറപ്പുവരുത്താണ്. ആദർശ് മീറ്റിങ്ങിന് പോവാതെ ഉറങ്ങിപ്പോയതിന് പിന്നിൽ അവരുടെ കരങ്ങൾ ഉണ്ടെന്ന് തന്നെ മുത്തശ്ശൻ ഉറപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശൻ ആദർശിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ആദർശ് പറയുന്നത്, കിടക്കാൻ നേരം ഒരു ലേഡി സ്റ്റാഫ് വന്നിട്ട് എനിക്ക് ജ്യൂസ് കൊണ്ട് തന്നിരുന്നു. ആ ജ്യൂസ് കുടിച്ചപ്പോഴാണ് നയനയുടെ കോൾ വന്നത്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ആദർശ് പറയുമ്പോൾ മുത്തശ്ശൻ ഉറപ്പിക്കാനിട്ടോ ഇതിന്റെ പിന്നിൽ ആ ചതിക്കൈ തന്നെയാണെന്ന്. എന്തായാലും അവന്തികയായിട്ട് ശരിക്കും ഒന്ന് കൊടയാൻ തന്നെ തീരുമാനിക്കുകയാണ് മുത്തശ്ശൻ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അജയനെയും ജയനെയും പിന്നെ ദേവയാനിയും ആദർശിനെയാണ് കേട്ടോ. ജയൻ പറയുന്നുണ്ട്, മോനെ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, പിന്നെ ഇപ്പൊ മാത്രം നിനക്ക് എന്തു പറ്റി? അപ്പൊ അജയൻ പറയുന്നുണ്ട്, കമ്പനിയുടെ അവസ്ഥ നിനക്കറിയാലോ ആദർശേ. AN ജ്വല്ലറി ഇപ്പൊ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക. എപ്പോഴും 1ാം സ്ഥാനത്തുള്ള നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ഇപ്പൊ AN ജ്വല്ലറിയുടെ താഴെ തട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ ഒരിക്കലും അശ്രദ്ധ കാണിക്കാൻ പാടില്ലായിരുന്നു. അച്ഛാ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ഞാൻ ഇന്ന് വരെ അലാറം പോലും അറിയാതെ ഉറങ്ങിപ്പോയിട്ടില്ല. പിന്നെ എനിക്ക് ഇന്നലെ മാത്രം എന്ത് പറ്റിയെന്ന് അറിയില്ല അച്ഛാ. ഇത് കേട്ടപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എല്ലാരും കൂടി അവൻ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. അവൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? പോയത് എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇനി അടുത്ത കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാം. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നത്. ഇനി എന്ത് തീരുമാനിക്കാൻ? കയ്യിൽ നിന്നെല്ലാം തട്ടി തെറിപ്പിച്ചില്ലേ ഇവൻ. മുത്തശ്ശ ഒന്നും പറയണ്ട. നാണോ ഇല്ലല്ലോടാ നിനക്ക്? കമ്പനിയുടെ വലിയ ഡീല് കൊണ്ട് നശിപ്പിച്ചിട്ട് അവൻ ഉറങ്ങിപ്പോയത്രേ. എന്റെ മുന്നിൽ കണ്ടുപോരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? കഴുത്തിന് പിടിച്ച് വെളി കളയേണ്ടതാ നിന്നെ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അച്ഛ, അവൻ പറഞ്ഞില്ല ഉറങ്ങിപ്പോയതാണെന്ന്. അവൻ ഇന്ന് വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിർത്ത്. നീ എന്താ ഇവൻ ചെയ്തത് ശരിയാണെന്ന് പറയുവാണോ? അമ്മ മകന് വേണ്ടി വക്കാലത്ത് പറഞ്ഞാലും ഇവൻ ചെയ്ത തെറ്റല്ലാതാവോ? മുത്തശ്ശൻ, ഞാൻ പറയുന്നത് നീ ഇനി എന്നോടൊന്നും പറയണ്ട. കഴിഞ്ഞു. മൂർത്തീസ് ജ്വല്ലറിയുടെ പതനം തുടങ്ങി. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്ക്. ഇതിനേക്കാളും ഭേദം മൂർത്തീസ് ജ്വല്ലറി 4ആക്കി വെട്ടിമുറിക്കുന്നതാ. ആ സമയത്ത് വസുന്ധരാമ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹം എന്തിനാ എപ്പോഴും ഇങ്ങനെ ആദർശിനെ വഴക്ക് പറയുന്നത്? അവനൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ. വസുന്ധര ഈ കാര്യത്തിൽ തീരുമാനം പറയേണ്ടതില്ല. കമ്പനി കാര്യങ്ങളിൽ ഞാൻ വസുന്ധരയോട് യാതൊരു അഭിപ്രായം ചോദിക്കാറില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ ആരെന്ത് വഴക്ക് പറഞ്ഞാലും വസുന്ധര അതിൽ പ്രതികരിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ തനിക്ക് ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇവന് വേണ്ടി ആരും ഇവിടെ വക്കാലത്ത് പറയണ്ട. ഞാൻ എന്തായാലും കമ്പനി കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനോട് യോജിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യോജിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറി 4ആക്കി ഭാഗിച്ചോളൂ. മുത്തശ്ശ, അത് വേണ്ട. മുത്തശ്ശൻ എന്തു പറഞ്ഞാലും ഞങ്ങൾ അതിന് നിൽക്കാൻ തയ്യാറാ. എന്നാ കേട്ടോ, മൂർത്തീസ് ജ്വല്ലറിയുടെ MD വർഷങ്ങളോളായിട്ട് മൂർത്തിയായിരുന്നു. എന്നാൽ അത് ഞാൻ എൻ്റെ കൊച്ചുമകന് കൈമാറി, എൻ്റെ മക്കൾക്ക് പോലും കൊടുക്കാതെ. കാരണം അവനിൽ എനിക്ക് അത്രയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസം നഷ്ടപ്പെട്ട ഞാൻ എന്ത് ചെയ്യണം? അപ്പം ജയൻ പറയുന്നുണ്ട്, അച്ഛൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? മനസ്സിലായില്ലേ? ഒരാളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അപ്പം അജയൻ പറയുന്നുണ്ട്, അച്ഛൻ എന്താ പറയുന്നത്? MD സ്ഥാനത്ത് നിന്ന് ആദർശിനെ മാറ്റണം എന്നാണോ? അതെ, MD സ്ഥാനത്ത് ഇനി ആദർശിനെ തുടരാൻ യാതൊരു അർഹതയുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആദർശ് MD സ്ഥാനം ഒഴിയണം. മുത്തശ്ശ, ഞാൻ എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് നിനക്ക് ഒഴിയാൻ പറ്റുമെങ്കിൽ ഒഴിയാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4ആക്കി ഭാഗിക്കാൻ നോക്കുക. ഇതിലെന്ത് വേണമെന്ന് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക. എനിക്കും വസുന്ധരയ്ക്കും പ്രായമായി. ഇന്നോ നാളെയെന്നും പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനത്തിൽ ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഇതും പറഞ്ഞുകൊണ്ട് മൂർത്തി മുത്തശ്ശൻ അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ജേട്ടാ, എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നത്? നമ്മുടെ മോനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മാത്രം അവൻ എന്താ ചെയ്തത്? ഒന്ന് ഉറങ്ങിപ്പോയല്ലേ ചെയ്തുള്ളൂ. ദേവേനി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉറങ്ങിപ്പോയതുകൊണ്ട് എത്ര വലിയ ഡീലാ നഷ്ടപ്പെട്ടതെന്ന് അറിയോ എന്ന് കരുതി ഒറ്റയടിക്ക് എന്തിനാ ആദർശിനെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? അമ്മേ, മുത്തശ്ശന് താല്പര്യം അതാണെങ്കിൽ അത് നടക്കട്ടെ അമ്മേ. എനിക്ക് സന്തോഷമുള്ളൂ. മോനെ, നീ പുറത്ത് സങ്കടം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും നിന്റെ ഉള്ളിൽ സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് എന്താ മോനെ ഇന്നലെ പറ്റിയത്? എനിക്കൊന്നും അറിയില്ല അമ്മേ, എന്താ സംഭവിച്ചതെന്ന്.
പിന്നെ എൻ്റെ അടുത്തുള്ള അശ്രദ്ധ കാരണമല്ലേ, അതുകൊണ്ട് എന്തും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അപ്പം അജയൻ പറയുന്നുണ്ട്, ആദർശേ നീ വിഷമിക്കണ്ട, അച്ഛൻ ചിലപ്പോൾ അച്ഛൻ്റെ വിഷമത്തിൽ പറഞ്ഞതായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ വാക്കൊക്കെ മാറ്റി പറഞ്ഞോളും അല്ലേ ജയേട്ടാ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അച്ഛൻ എന്തോ ഉള്ളി കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ജയനും അജയനും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവയാനിയോട് ആദർശ് പറയുന്നുണ്ട്, അമ്മേ പെട്ടെന്നൊന്നും ഈ വിവരം നയനയോട് പറയണ്ട, നയനയ്ക്ക് അത് വലിയ വിഷമാവും. എങ്ങനെയാ മോനെ ഞാനിത് നയനയോട് പറയാം? നയനയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. മുത്തശ്ശൻ എന്നെ അടിച്ചത് തന്നെ അവൾക്ക് വലിയ വിഷമായിരിക്കുക. അതിനിടയ്ക്ക് ഇനി MD സ്ഥാനം കൂടി ഒഴിയാൻ പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയായിട്ട് ഈ കാര്യം പറയണ്ട, വഴിയെ നയന അറിഞ്ഞോളൂ. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കണ്ടിട്ട് കാണിക്കുന്നത് കിച്ചണില് ജാനകിയും ജലജയാണ്. ജാനകി പറയുന്നുണ്ട്, എന്നാലും അച്ഛൻ ഈ എടുത്ത തീരുമാനം വല്ലാത്ത കടുത്ത തീരുമാനമായിപ്പോയി. ജാനകി നീ എന്താ പറയുന്നത്? അച്ഛൻ എന്ത് തീരുമാനം എടുത്തെന്ന്? അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ? ഞാൻ എന്താ അറിയാൻ? അതിനെ ഇവിടെ നടക്കുന്നത് വല്ലതും എന്നോട് ആരെങ്കിലും പറയണ്ടേ? നീ അറിയാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെയൊന്നും പറയാതെ ജാനകി, ഈ വീട്ടിലുള്ളവരുടെ വിഷമം എന്റെയും കൂടി വിഷമമല്ലേ? അങ്ങനെ പറയുന്നേക്കാളും നല്ലതേ ഈ വീട്ടിലുള്ളവരുടെ വിഷമം നിനക്കൊക്കെ സന്തോഷാണെന്ന് പറയുന്നതാ നല്ലത്. അതൊക്കെ വിട് ജാനകി, എന്താ നീ ഇപ്പൊ പറയാൻ വന്നത് അത് പറ. എന്തായാലും നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യാ. എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യോ? അച്ഛൻ എന്താ പറഞ്ഞത്? ആദർശിനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോവാ. MD സ്ഥാനത്ത് നിന്നോ? അതെന്താ അച്ഛൻ അങ്ങനെ ഒരു മനമാറ്റമൊന്നുമല്ല. ഇന്നലെ ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി ആദർശിനെ മുംബൈയിലിട്ട് വിട്ടില്ലായിരുന്നോ? അതിനു വേണ്ടിയാണല്ലോ ഈ വീട്ടിലുള്ള സകല പേരും ഇന്നലെ വ്രതം എടുത്തത്. ആ വ്രതം ഫലിച്ചില്ല. ആ വ്രതം ഫലിച്ചില്ലേ? ഇല്ല. അപ്പൊ മുട്ട ചേർത്തത് കാര്യായി, ഇവരുടെ വ്രതം തെറ്റി. എന്താ ജലജ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല പിന്നെന്താ ജാനകി അച്ഛൻ പറഞ്ഞത്? വേറെന്ത് പറയാന്, അടുത്ത MD ആരാണെന്നൊന്നും പറഞ്ഞില്ല. ആദർശിനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ മൂർത്തി ജ്വല്ലറി 4 ആക്കി വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞു. അതിനേക്കാളും ഭേദം മറ്റൊരാൾ MD ആയി ഇരിക്കുന്നതല്ലേ? അതെ 4 ആക്കി വെട്ടിമുറിച്ചാൽ പിന്നെ മൂർത്തി ജ്വല്ലറി ഉണ്ടാവുമോ? അതെ, അതിനേക്കാളും നല്ലത് മറ്റൊരാൾ MD ആയി നിൽക്കുന്നതാ. എന്നാലും ആദർശിന് എന്തു പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ന് വരെ ആദർശ് പോയി ഒരു ഡീലും ഉറപ്പിക്കാതെ വന്നിട്ടില്ല. ഈ പ്രാവശ്യം മാത്രം അവൻ എന്ത് പറ്റിയോ ആവോ. എന്തായാലും വലിയൊരു ഡീലായിരുന്നു അവൻ കൊണ്ട് നശിപ്പിച്ചത്. അവന് വലിയ വിശ്വാസമായിരുന്നല്ലോ അച്ഛന്. ഇപ്പൊ അവന് ഏകദേശം മനസ്സിലായി തുടങ്ങി. അവനും അവളും ഒക്കെ സ്വത്തിൽ മാത്രം കണ്ണിടുന്നത്, അല്ലാതെ അവർക്ക് ഈ ജോലിയിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല ജാനകി. അങ്ങനെയൊന്നും പറയണ്ട. ആദർശിന്റെ കരങ്ങൾ ഉണ്ടായതുകൊണ്ടാ കമ്പനി ഇത്രയും വലുതായി വളർന്നത്. ആദർശ് മാത്രമല്ല നയനയും കൂടി ശ്രമിച്ചതുകൊണ്ട്. അതുകൊണ്ട് അവരെ പൂർണ്ണമായി അങ്ങനെ ഒഴിവാക്കാനൊന്നും അച്ഛന് പറ്റത്തില്ല. അതൊക്കെ വിട് ജാനകി, ഇനിയിപ്പൊ അവരുടെ കാര്യമൊന്നും നോക്കണ്ട. നിനക്കും നിന്റെ മകനും ഇപ്പൊ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ വന്നിരിക്കുന്നത്. എന്റെയും എന്റെ മകന്റെയും കാര്യം വിട്. ഞങ്ങള് പിന്നെ പുറമ്പോക്കാണല്ലോ. എൻ്റെ മോൻക്ക് അവിടെ യാതൊരു സ്ഥാനമില്ല. ഇപ്പോൾ ഒരു സ്റ്റാഫ് പോലും അല്ല. നിന്റെ മകൻ എൻ്റെ മോനെ പിടിച്ച് വെളി കളഞ്ഞു. അതുകൊണ്ടേ അടുത്ത MD സ്ഥാനം നിന്റെ മകനാ. എൻ്റെ മകനോ? അതേ ജാനകി. അതുകൊണ്ട് ആദർശ് ഇനി MD ആവാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്നുവെച്ചാ ഇനി MD ആവാൻ പോകുന്നതേ നിന്റെ മകനാണെന്ന്. അവന്റെ കയ്യിലാണ് ഇനി മൂർത്തി ജ്വല്ലറിയുടെ താക്കോലിരിക്കാൻ പോകുന്നത്. അയ്യോ, അവൻ അതിനുള്ള പക്വതയൊന്നും ആയിട്ടില്ല. ആദർശനാവുമ്പോ അതൊക്കെയുണ്ട്. അതുകൊണ്ട് അവൻ MD ആവുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. നീ എന്താ ജാനകി ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയെങ്കിലും അത് കിട്ടണേന്നല്ലേ പറയേണ്ടത്? എനിക്ക് അത്രയ്ക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല. എൻ്റെ മകനും അതില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ MD ആവണമെന്ന് യാതൊരു താല്പര്യമില്ല. നീയേ നിന്റെ ചിന്താഗതിയൊക്കെ അകത്ത് വെച്ചിട്ട് പണിയെടുക്കാൻ നോക്ക്. അവൾ എന്നെ കുത്തിത്തിരിപ്പിക്കാൻ വന്നേക്കുക. ജാനകി, നീ പോവാതെ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നില്ലേ? നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടോണ്ടാ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. ഇനിയിപ്പോൾ അത് പറ്റില്ല, കാരണം നിന്റെ മനസ്സ് ഇപ്പോഴും നന്നായിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദേഷ്യം പിടിച്ച് പോവാണ് കേട്ടോ ജാനകി. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവ്യാനിയുടെയും നയനയുടെ അടുത്തോട്ട് അവന്തിക വരുന്നതാണ് കേട്ടോ. എന്തു പറ്റി അമ്മായി? എന്താ നയനെടുത്തി? നിങ്ങളുടെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല മോളെ, അങ്ങനെ വെറുതെ ഒന്നും പറയണ്ട. എന്തോ ഉണ്ട്. രാവിലത്തെ ഡീല് നഷ്ടപ്പെട്ടതാണോ? അത് പോട്ടെ, ആദർശേട്ടനെ അറിയാതെ ഉറങ്ങിപ്പോയതല്ലേ. അതിന്റെ പേരിൽ ഇനി നിങ്ങൾ ആരും ആദർശേട്ടനെ കുറ്റപ്പെടുത്തണ്ട. അതൊന്നും അല്ല മോളെ. പിന്നെ വേറെന്താ പ്രശ്നം? ഇതും പറഞ്ഞുകൊണ്ട് അവധിക മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. നിന്റെ മകൻ ഇനി അതം പതിക്കാൻ പോകുന്നേ ഉള്ളടി. എൻ്റെ അച്ഛൻ ഇഞ്ചിഞ്ചായിട്ട് മൂർത്തി ജ്വല്ലറിയെ വെട്ടിപ്പൊളിക്കും. അത് കാണാൻ കാത്തിരിക്കുക ഞാനും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും. മോളെ, അമ്മായി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മറരുത്. എന്തോ കാര്യമായിട്ടുണ്ട്. പറ അമ്മായി. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല അവന്തികയെ. എന്നാ ശരി, പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. അവന്തികെ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? അമ്മേ, ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്താ അമ്മേ,
ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നിവിടെ കാണാഞ്ഞപ്പോ ഒന്ന് തിരക്കുമായിരുന്നു. ഓ അത് ശരി. അത് പിന്നെ അമ്മേ, ഞാൻ ഇതിലൂടെ പോവായിരുന്നു. ആ സമയത്ത് അമ്മായിയുടെ ഏട്ടത്തിയുടെ മുഖത്ത് വല്ലാത്ത വിഷമം പോലെ. ഡീല് നഷ്ടപ്പെട്ട് വന്നതാണെങ്കിൽ അത് പോട്ടേന്ന് വെക്കാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം, വേറെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഓ അപ്പൊ ആ കാര്യമായിട്ടുള്ള പ്രശ്നം മോൾ അറിഞ്ഞില്ലേ? എന്താ അമ്മേ, ഞാൻ ചോദിച്ചിട്ട് അമ്മായി ഒന്നും പറഞ്ഞില്ല. അമ്മായി എങ്ങനെ പറയാനാ, അമ്മായിന്റെ മകന്റെ സ്ഥാനമല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, അമ്മേ അപ്പച്ചി എന്തീ പറയുന്നേ? അവളുടെ വായിക്ക് ബെല്ലും ബ്രേക്കില്ലാതെ ഒരുന്ന് വിളിച്ച് പറയുന്നതാ മോളെ. ആഹാ അത് ശരി, അപ്പൊ ഞാൻ കേട്ടതൊന്നും ശരിയല്ലേ? എന്ത് കേട്ടെന്ന്? അപ്പച്ചി എന്ത് കേട്ടെന്നാ പറയുന്നേ? അത് ശരി, നിന്റെ ഭർത്താവിന് സ്ഥാനം നഷ്ടപ്പെട്ടത് അപ്പൊ നീ അറിഞ്ഞില്ലേ? അമ്മ എന്താ പറയുന്നത്? ഒന്ന് തെളിയിച്ച് പറ. തെളിയിച്ച് തന്നെ പറയാം. ഒരിക്കൽ എൻ്റെ മകനെ വെറും ഒരു സ്റ്റാഫാക്കി തീർത്തു. 1-2 ബ്രാഞ്ചിന്റെ മേൽനോട്ടം എൻ്റെ മകൻ ഉണ്ടായിരുന്നു. അവനെ വെറും ഒരു സ്റ്റാഫാക്കി തീർത്തത് ആദർശാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല അമ്മേ. ഏട്ടന്റെ കയ്യിലിരിപ്പോണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതിനി എടുത്തു വെച്ച് പറയണോ? എന്താ കാര്യം എന്ന് പറയാമേ? ഇതൊക്കെ ശരിയാണ്, പക്ഷേ ആദർശിന് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം വേറൊരു കാര്യമുണ്ട്. അഭി നഷ്ടപ്പെടുത്തിയതിനേക്കാളും വലിയൊരു ഡീലാണ് ഇപ്പൊ ആദർശ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടേ ആദർശിന് MD സ്ഥാനം ഇപ്പൊ ഇല്ല. എന്തൊക്കെയാ അപ്പച്ചി പറയുന്നതമ്മേ? അത് പിന്നെ ജലജെ, നീ അനാവശ്യം പറയരുത്. ഏട്ടത്തി, ഞാൻ എന്താ അനാവശ്യം പറഞ്ഞത്? എന്നോട് ജാനകി ഈ വിവരം വന്ന് പറഞ്ഞത്. അമ്മേ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ആദർശേട്ടനോട് MD സ്ഥാനം ഒഴിയാൻ മുത്തശ്ശൻ പറഞ്ഞു. അത് പിന്നെ മോളെ, അമ്മ പറയമ്മേ. പറഞ്ഞു. അയ്യോ, ആദർശേട്ടനോട് MD സ്ഥാനം ഒഴിയാൻ പറഞ്ഞെന്നോ? അതേ മോളെ, ആദർശനോട് MD സ്ഥാനം പൂർണ്ണമായിട്ട് ഒഴിയാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ആ MD സ്ഥാനത്ത് അനി തന്നെയായിരിക്കും. എന്തായാലും ജാനകിക്ക് പെരുത്ത് സന്തോഷമായി കാണും. അവളുടെ മകനല്ലേ ഇനി MD ആവാൻ പോകുന്നത്. ജാനകിക്ക് അങ്ങനത്തെ സന്തോഷമൊന്നും ഉണ്ടാവില്ല. ആര് പറഞ്ഞില്ലെന്ന്? അവളുടെ മുഖത്തൊരു സന്തോഷം കാണണം. ജലജെ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ചൊടിപ്പിക്കണ്ട. നീ പറഞ്ഞ പണിയൊക്കെ ചെയ്തോ? അതെല്ലാം തീർത്തതേ ഏട്ടത്തി. അമ്മേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. മോളെ, അത് പിന്നെ ആദർശിന്റെ അടുത്ത് വന്നൊരു പിഴവല്ലേ ഇത്. അതുകൊണ്ട് മുത്തശ്ശൻ പെട്ടെന്നൊരു ദേഷ്യത്തിൽ പറഞ്ഞതാ. ചിലപ്പോ ആ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കും മുത്തശ്ശൻ. അയ്യോ അമ്മ, എനിക്ക് പേടിയാവുന്നു. ആദർശേട്ടന് നല്ല വിഷമായി കാണിതൊക്കെ പറഞ്ഞപ്പോ. മോളെ, അച്ഛനൊന്നും മനസ്സിൽ കാണാതെ ഇങ്ങനെ പറയുന്ന ആളല്ല. സത്യത്തിന്റെ ഭാഗമല്ലേ വിജയിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുണ്ടെന്ന് കരുതിയാൽ മതി. അപ്പൊ അവന്തിക പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, ആദർശേട്ടൻ എപ്പോഴും വിജയിക്കത്തേ ഉള്ളൂ. കാരണം ആദർശേട്ടനെ എങ്ങനെയാണ് ഒരു MD ആയിരിക്കേണ്ടതെന്നുള്ളത് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ ആദർശേട്ടൻ ഒരു പരീക്ഷണം എന്നുള്ള നിലക്കായിരിക്കും മുത്തശ്ശന് ഈ ടാസ്ക് കൊടുത്തത്. ആ ടാസ്ക് വിജയിച്ചാലേ ആദർശേട്ടൻ തന്നെയായിരിക്കും MD. അതുകൊണ്ട് ഏട്ടത്തെ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കട്ട. ആദർശേട്ടൻ ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം നഷ്ടപ്പെടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ആ കാര്യം ആലോചിച്ച് ഇനി എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ എൻ്റെ ഏട്ടൻ്റെ കാര്യം അമ്മ പറഞ്ഞല്ലോ. ഏട്ടൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. കള്ളക്കടത്ത് ലേബലിൽ സ്വർണം കടത്തി, അല്ലറ ചില്ലറ വെട്ടിപ്പുകൾ വേറെയും. അതുകൊണ്ട് ഏട്ടന് കിട്ടിയത് നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആദർശേട്ടൻ ഒരിക്കലും MD സ്ഥാനം നഷ്ടമാവെന്ന് കരുതിയിട്ട് ഏട്ടത്തിയും അമ്മായി ഒന്നും വിഷമിക്കണ്ട. ഞാൻ പോയിട്ട് വരാമായി. ശരി മോളെ. അങ്ങനെ അവന്തിക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അമ്മേ, അവന്തികയും അപ്പച്ചിയുടെ സ്വഭാവം ആവാതിരുന്നത് എത്ര നന്നായി. അവൾക്ക് അവരുടെ പോലെ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആശ്വാസമുണ്ട്. കയറി ചെല്ലുന്ന വീട്ടിൽ അവളൊരു നല്ല പെൺകുട്ടിയായിരിക്കും അല്ലേ അമ്മേ? അങ്ങനെ പൂർണ്ണമായിട്ടും അവളെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട. കാര്യം കാണാൻ എന്ത് വഴിയും സ്വീകരിക്കുന്നവളാ ആ നിൽക്കുന്ന അവന്തിക. അവളെ മോക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ നേരെ അയർലാൻഡിലോട്ട് വിട്ടില്ലേ. അതുകൊണ്ട് മോൾക്ക് അവളെ കൂടുതൽ അറിയില്ല. ഞാൻ അവളെ ചെറുപ്പം മുതലേ കാണുന്നതാ. അവളുടെ എല്ലാ സ്വഭാവവും എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെയോ ലക്ഷ്യം അവളുടെ ഉള്ളിൽ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇത്രയും പത്തി താഴ്ത്തി നിൽക്കുന്നത്. മോളെന്തായാലും അവളെ കണ്ണും പൊട്ടി വിശ്വസിക്കണ്ട. എന്തായാലും അവളുടെ അമ്മേൻ്റെയും അച്ഛൻ്റെയും സ്വഭാവം തന്നെയല്ലേ അവൾക്കും കിട്ടത്തുള്ളൂ. 2 പേരും കണക്കാ. അതുകൊണ്ട് കൂടുതൽ അങ്ങ് കയറി വിശ്വസിക്കാതിരിക്കുന്നതാ നല്ലത്. അമ്മേ, അതൊക്കെ പോട്ടെ, പക്ഷെ ആദർശത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് മോളെ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല. മുത്തശ്ശൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അല്ലാതെ മോളെയും ആദർശനെ വിഷമിപ്പിച്ചിട്ടൊന്നും അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. മോൾ ഇതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. മോക്കെ, ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം. അമ്മേ, എനിക്കിപ്പോൾ ജ്യൂസൊന്നും വേണ്ട അമ്മേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആ ജ്യൂസ് മോള് കുടിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് ദേവേനെ ജ്യൂസ് എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. കിച്ചണിലെത്തുന്ന സമയത്താണ് ജലജ അവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ജലജയെ കണ്ടപ്പോൾ തന്നെ ദേവേനയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ. ഏട്ടത്തിയോ? ഞാനാകെ പേടിച്ചു പോയി. ഏട്ടത്തി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താ നിന്റെ മനസ്സിൽ? നീ എന്തിനാ നയനയോട് സത്യം വെട്ടി തുറന്ന് പറഞ്ഞത്? അത് ശരി, ഞാൻ എപ്പോഴും ഇല്ലാത്തത് പറയാന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞത് അതും തെറ്റായോ? നിന്നോടെ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റില്ല.
കാരണം നിന്നോട് സംസാരിച്ചാലേ അത് ശരിയാവത്തില്ല. തിളച്ച വെള്ളം എടുത്ത് നിന്റെ മുഖത്തോട്ട് ഒഴിക്കാൻ എനിക്ക് തോന്നുന്നത്. ഏട്ടത്തി ഇത്രയും പറയാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? എടി, എന്റെ മരുമകൾ ഒരു ഗർഭിണിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അവളുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തല്ലേ നീ പറയുന്നത്? എന്റെ പേരക്കുട്ടിയെ നശിപ്പിക്കാൻ വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ നീ? ഓ, ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്റെ പൊന്നേട്ടത്തി, അനിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെയും കൂടി പേരക്കുട്ടിയല്ലേ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യോ? നീ മിണ്ടരുത്. നിന്നെ ഞാൻ വലതും വെച്ച് കൊന്നു കളയും. മിണ്ടാതെ മര്യാദയ്ക്ക് പറഞ്ഞ പണി പോയി ചെയ്യാൻ നോക്ക്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പണി തരാം. എവിടെ നിന്റെ മകൻ? അവന് ഒരു ജോലി ആവശ്യത്തിന് പുറത്തു പോയതാ. എന്ത് ജോലി ആവശ്യത്തിന്? അവൻ എന്ത് ജോലിയാ? അല്ല, അവൻ അതിന് എവിടെങ്കിലും പോയാൽ ഒരാഴ്ച തികച്ച് നിൽക്കുവോ? അവനെ കൊണ്ട് അതിന് പറ്റുമോ? അതൊക്കെ പറ്റുമോ ഏട്ടത്തി? നിങ്ങളുടെയൊക്കെ വിചാരമുണ്ട് എൻ്റെ മകനെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ലെന്ന്. അതവൻ മാറ്റിത്തരും. മാറ്റിത്തരും. ദേ, അവനോട് ജോലി കൂലിന്നൊന്നും പറഞ്ഞു നടക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് അവന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ, പറയാം. നിങ്ങളെന്തായാലും ഇവിടെ ഒരു ജോലി കൊടുക്കുന്നില്ല. അപ്പം അവൻ പുറത്തൊരു ജോലി അന്വേഷിക്കട്ടെ. അതിന് നിങ്ങൾ എതിര് നിൽക്കാതെ. ഞങ്ങൾ എതിര് നിൽക്കത്തൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ പണി കൃത്യമായി ചെയ്തിരിക്കണം. എനിക്കൊരു ജ്യൂസ് വേണം. തൽക്കാലം അത് അവിടെ വെച്ചിട്ട് വാ. എടുത്തി ഇപ്പൊ കറി ആയിക്കൊണ്ടിരിക്കുക. കറി ഇവിടെ അടുപ്പത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോവില്ലേ? അതെങ്ങനെ കരിഞ്ഞു പോകത്തൊന്നുമില്ല. കരിഞ്ഞു പോവാതെ ഞാൻ നോക്കിക്കോളാം. നീ എനിക്കൊരു ജ്യൂസ് അടിക്ക്. ഇവളെ എന്നെയും കൊണ്ടേ പോവൂ. കാണിച്ചു കൊടുക്കാം ഞാൻ. എനിക്കും ഒരു സാഹചര്യം വരട്ടെ. നീ എന്താ ഇങ്ങനെ മുഖത്തോട് നോക്കി നിൽക്കുന്നത്? പോയി ജ്യൂസ് അടിക്കേ. എന്ത് ജ്യൂസായിട്ടെത്തി വേണ്ടത്? പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തുണ്ടാക്കാൻ കുറെ പണിയായിട്ടെത്തി. മറ്റെന്തെങ്കിലും ജ്യൂസ് അടിച്ചു തരാം. ഇവിടെ ഓറഞ്ച് ഇരിപ്പുണ്ട്, ഞാൻ അത് അടിക്കട്ടെ. ഓറഞ്ച് ഒന്നും പറ്റത്തില്ല, എനിക്ക് പൈനാപ്പിൾ തന്നെ വേണം. എനിക്കിങ്ങനെ പണിയെടുത്ത് എൻ്റെ നടു ഒടിഞ്ഞേട്ടെത്തി. എന്നെ ഒന്ന് വെറുതെ വിട്. ശരിയാണ്, എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു. അതിനെന്തിനാ അവൻ്റെ അമ്മയായി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവനെ തന്നെ എടുത്ത് ശിക്ഷിച്ചൂടെ? അതിന് എന്നെ എന്തിനാ ബലിയാടാക്കുന്നത്? നീയും കൂടെ അനുഭവിക്കണേടി. കാരണം നിന്റെ മകനെ ഇങ്ങനെയാക്കി തീർത്തത് നീയും കൂടി ചേർന്നിട്ടാ. എന്ത് തെറ്റ് ചെയ്തെന്ന് ഏട്ടത്തി പറയുന്നത്? മനസ്സ വാച കർമ്മ ഞാൻ ഒന്നും അറിയാത്ത കാര്യങ്ങളിത്. ഇതൊന്നും നിനക്ക് അറിയില്ലെന്നറിയാം. പക്ഷെ ഇനിയും നീ അവൻ്റെ കൂടെ കൂടിയിട്ട് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യും. മര്യാദയ്ക്ക് പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ നോക്ക്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യം പിടിച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് ദേവ്യാനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദാ പൈനാപ്പിൾ ജ്യൂസ്. ഇങ്ങനെ വഴിക്കുവാ. ഇത് കഴിഞ്ഞാലേ അടുത്ത ജ്യൂസ് അടിക്കാൻ പറയും. അപ്പം അതും നീ അടിച്ചു തരേണ്ടി വരും. ഇങ്ങോട്ട് വാടി, നീ അടുത്ത ജ്യൂസുമായിട്ട് ആജ്ഞാപിക്കാൻ. അതിനു മുന്നേ നിന്റെ കഥ ഞാൻ തീർത്തു തരാം. എന്തടി നീ എന്താ ആലോചിക്കുന്നത്? അയ്യോ, ഞാനൊന്നും ആലോചിച്ചില്ല ഏട്ടത്തി. ഏട്ടത്തി ജ്യൂസ് ചൂടാറാതെ കൊണ്ടുകൊടുക്കുക. ചൂടാറില്ല, ഞാൻ ഈ തണുപ്പ് തന്നെ കൊണ്ടുകൊടുക്കാം. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം നീ നിന്റെ മനസ്സിൽ എന്നെ വിളിക്കാതെ തെറി വിളിച്ചതാണെന്ന്. പറഞ്ഞ പണി പോയി എടുക്ക്. അടുത്ത പണിയെ ഞാൻ വഴിയെ തരാം. ഇതും പറഞ്ഞുകൊണ്ട് ദേവിയാനി അവിടുന്ന് അതും പിടിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് നയനയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്താണ് അവന്തികയെ കാണുന്നത്. അവന്തിക ഒരു ഫോണും എടുത്തിട്ട് അവിടേക്കും ഇവിടേക്കൊക്കെ പറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ദേവിയാനി ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്താ ഇവിടെ കാണിക്കുന്നത്? ആ സമയത്ത് ഫോണിലോട്ട് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ. ഇതും പറഞ്ഞുകൊണ്ട് ദേവിയാനി ജ്യൂസുമായിട്ട് റൂമിലോട്ട് പോവുകയാണ്. മോളെ നയനെ. അമ്മ ഇത്ര പെട്ടെന്ന് വന്നോ? ഇത് ജലജ അടിച്ച ജ്യൂസാ. ഞാൻ മുന്നിൽ നിർത്തി ജ്യൂസ് അടുപ്പിച്ചതാ. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർത്തി കാണില്ല. മോളിത് കുടിക്ക്. അമ്മ പകുതി കുടിക്ക്. ഇതെന്താ ഭാര്യയും ഭർത്താവോ? ദേ, മര്യാദയ്ക്ക് ഇത് മുഴുവൻ കുടിച്ചോളണം. കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ജ്യൂസ് കുടിക്കാനുള്ളതാ. കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം. മോളിത് കുടിക്കാൻ നോക്ക്. അമ്മ ഇപ്പം വരാം. ഇതും പറഞ്ഞുകൊണ്ട് ദേവേനെ അവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്താണ് വീണ്ടും അവന്തികയെ ശ്രദ്ധിക്കുന്നത്. ഇവളിതുവരെ ഇവിടുന്ന് പോയില്ലേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതും പറഞ്ഞ ദേവ്യാനി അവന്തിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അവന്തിക ഒരു സൈഡിലോട്ട് മാറി നിൽക്കുന്നത്. എന്നിട്ട് ഫോണിൽ നമ്പർ ഡയൽ ചെയ്തിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫോൺ ചെയ്യാൻ എന്തിനാ ഇങ്ങനെ പാത്തു ഒളിഞ്ഞൊക്കെ നിൽക്കുന്നത്? എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ. അവളുടെ അമ്മയും കൂടി അറിയാതെ ഇതുപോലെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ട്. സകല വള്ളിക്കെട്ടുകൾക്കും കൂട്ടു നിൽക്കും അവളുടെ അമ്മ. അവൾ അമ്മയും കൂടി അറിയാത്ത എന്ത് കാര്യം ഇവക്ക്? ഇതും പറഞ്ഞുകൊണ്ട് ദേവ്യാനി അവന്തികയുടെ പിന്നാലെ പോവാട്ടോ. അപ്പോഴാണ് അവന്തിക ഒരു ഫോൺ ചെയ്യുന്നത്. അത് ശരി, അപ്പൊ അവൾ ഒളിഞ്ഞു നിന്ന് ഫോൺ ചെയ്യാണ്. ഇവൾ ആർക്കായിരിക്കും വിളിക്കുന്നത്? ഈ പറഞ്ഞുകൊണ്ട് ദേവ്യാനി കാതോർത്ത് അവൾ പറയുന്നതൊക്കെ കേൾക്കാൻ കേട്ടോ. ആ സമയത്താണ് പെട്ടെന്ന് അവന്തികയുടെ അച്ഛൻ നാഗേന്ദ്രൻ ഫോൺ എടുക്കുന്നത്. ഹലോ മോളെ. ഹലോ അച്ഛ. ഈ അച്ഛ എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ ദേവ്യാനി ഒന്ന് അമ്പരക്കുന്നുണ്ട് കേട്ടോ. അച്ഛനോ? അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ താഴെയായിരുന്നു. ആ നയനേട്ടത്തെയും അമ്മായിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാ ഞാൻ അച്ഛൻ്റെ ഫോൺ അടിക്കുക? അതെനിക്ക് മനസ്സിലായി മോളെ. ഇവിടുത്തെ കാര്യം എന്തായിന്ന് അറിയിട്ട് അച്ഛനൊരു വിമിഷ്ടം. എനിക്ക് മനസ്സിലായി. ഇവിടെ എന്താ പാടെന്നറിയാനല്ലേ എല്ലാവരും നല്ല സങ്കടത്തിലാ. പ്രത്യേകിച്ച് ആ കിളവനോ? ഇവൾ ആരെ ഈ പറയുന്നത്? അച്ഛനെയോ? മോളെ, നീ സൂക്ഷിച്ചും കണ്ടല്ലേ സംസാരിക്കുന്നത്. അവിടെയുള്ളവർക്കേ 100 ചെവിയാ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ഛാ.
പിന്നെ ഇവിടുന്ന് സംസാരിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ പരമാവധി എല്ലാവരെയും കണ്ണ് വെട്ടിച്ചാ വിളിക്കാറ്. അവൾ കണ്ണ് വെട്ടിച്ച് വിളിക്കുന്നു. അപ്പം നാഗേന്ദ്രനുമായിട്ട് ഇവക്കെന്തോ അടുപ്പമുണ്ട്. അച്ഛനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് പുറത്തുനിന്ന് എല്ലാവരെയും ചവിട്ടി തേക്കുവാ. ആ ദേ അച്ഛാ, ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും മരണവീട് പോലെയാണ് നിൽക്കുന്നത്. വലിയ വിഷമത്തിൽ ആ ഡീല് കിട്ടാത്തതുകൊണ്ട് നമ്മളാണ് ആ ഡീല് കുഴപ്പിച്ചതെന്ന് ആരും അറിയില്ല. ആദർശിനെ ഉറക്കി കെടുത്തിയില്ല അച്ഛ നമ്മള്. ഇടി, അപ്പം നീ നിന്റെ അച്ഛന് കൂടിയാണല്ലേ എൻ്റെ മകൻ ഉറക്കി കെടുത്തിയത്. ഇപ്പം ഇവളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ നേരെ അച്ഛനറിയണം. ഇവളുടെ സ്വഭാവം നന്നായെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ നാഗേന്ദ്രൻ്റെ ഒപ്പം ചേർന്നിട്ട് അനന്തപുരിയുടെ അടിവേര് തോണ്ടാൻ വേണ്ടി ശ്രമിക്കുക ഇവള്. എല്ലാം ഇന്നത്തോടു കൂടി നിർത്തി തരാടി. ഇതും പറഞ്ഞ ദേവ്യാനി ദേഷ്യം പിടിച്ചിട്ട് നേരെ അച്ഛൻ്റെ മുറിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ മരുന്ന് എടുത്തോണ്ട് കൊടുക്കുകയാണ്. വസുന്ധരെ, ഈ മരുന്ന് വൈകിട്ട് മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നയനമോളെ ഇതൊക്കെ തന്നോണ്ടിരുന്നത്. നയനമോള് വരുന്നതിന് മുമ്പ് തന്നില്ലെങ്കിലേ നയനമോൾ എടുത്തുനിന്ന് എനിക്ക് വഴക്ക് കേൾക്കും. എനിക്കിതൊന്നും കുടിക്കാൻ തോന്നുന്നില്ല വസുന്ധരെ. നിങ്ങളിങ്ങനെ ആയ എങ്ങനെയാ ശരിയാവുക? വലിയൊരു അസുഖത്തിൽ നിന്ന് കരകയറി വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ മരുന്നൊന്നും കുടിക്കാതിരിക്കരുത്. ഇദ്ദേഹം ഇതൊക്കെ ഒന്ന് കഴിച്ചേ. അച്ഛാ, ദേവയാനിയോ? അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ദേവയാനി? അത് പിന്നെ നിന്റെ മകൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം മാറ്റാനാണോ? അയ്യോ അച്ഛാ, അതൊന്നും അല്ല. പിന്നെ അച്ഛാ, ഞാനൊരു സത്യം അറിഞ്ഞിരിക്കുക. ഇത് മറ്റാരോടെങ്കിലും പറയുന്നതിന് മുമ്പേ അച്ഛനോട് പറയണമെന്ന് തോന്നി. എന്താ കാര്യം? നീ ആദ്യം അത് തുറന്നു പറ. അച്ഛാ, അവന്തികയുടെ ഇപ്പോഴത്തെ വരവിൻ്റെ ഉദ്ദേശം അനന്തപുരിയോടൊപ്പം മൂർത്തി ചിലരുടെയും അടിവേര് തോണ്ടാനാ. എന്തൊക്കെയാ നീ പറയുന്ന ദേവ്യാനി? തെളിയിച്ചു പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്തികയെ നാഗേന്ദ്രൻ കൂട്ടുപിടിച്ചിരിക്കുക. എന്ത്? നാഗേന്ദ്രൻ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്നോ? അതിന് നാഗേന്ദ്രൻ ഈ നാട്ടിലില്ലല്ലോ. ഇല്ല, പക്ഷേ നാഗേന്ദ്രൻ അയർലാൻഡിൽ നിന്നും അവളുമായിട്ട് യോജിച്ചിട്ടുണ്ട്. നാഗേന്ദ്രനും അവളും കൂടി കൂടിച്ചേർന്ന് ഈ കുടുംബത്തിൻ്റെ അടിവേരിളക്കാനാണ് അച്ഛാ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അച്ഛാ, ഞാനിപ്പോൾ അവന്തിക മാറി നിന്ന് സംസാരിക്കുന്നത് കേട്ടതാ. അവളെ അച്ഛനുമായി ഫോൺ ചെയ്യുമായിരുന്നു. അത് മുഴുവനും ഞാൻ കേട്ടു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ആദർശനെ ഇന്നത്തെ ഡീലിന് പോവാതിരിക്കാൻ വേണ്ടി, മീറ്റിങ്ങിന് പോവാതിരിക്കാൻ അവർ ഉറക്കി കിടത്തിയെന്ന്. എന്ത് ഉറക്കി കിടത്തി പറഞ്ഞുകൊണ്ട് കട്ടിലിൽ ഇരുന്ന മുത്തശ്ശൻ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അതേ അച്ഛാ, ഞാനതൊക്കെ കേട്ടതാ. നീ ഇതൊക്കെ വെറുതെ നിന്റെ മകൻ്റെ MD സ്ഥാനം നഷ്ടപ്പെടുന്നതിന് പറയുമല്ലോ. എന്തിനാ അച്ഛൻ ഞാൻ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം? എന്നാൽ പിന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ AN ജ്വല്ലറിയുടെ പിന്നിൽ മറ്റാരുമല്ല, നാഗേന്ദ്രൻ തന്നെ. അതുറപ്പിക്കാം. അവനാണ് ഇത്രയും ചീപ്പായിട്ടുള്ള കളികൾ കളിക്കുന്നത്. അതെ, അവൻ തന്നെ. അവൻ ഒരുമ്പെട്ട് ഇറങ്ങിയേക്കും എന്നെ തകർക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ ആദർശിനെ തല്ലി. ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു. അതിനുള്ളതൊക്കെ ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. നാഗേന്ദ്രൻ, ജലജയുടെ ഭർത്താവ് അതേ ഇങ്ങനെയായിരുന്നു. അവൻ വീണ്ടും വന്നിരിക്കുകയാണല്ലേ. സുന്ദരേ, ഈ കാര്യം നമ്മൾ അറിഞ്ഞതിരിക്കട്ടെ. ആദർശിനോട് ഞാൻ ഈ വിവരം പറയും. പക്ഷേ മറ്റാരും അറിയരുത്. എന്ന് വെച്ചാൽ ജലജയും ജലജയുടെ മക്കളും അറിയാൻ പാടില്ല. ഇല്ല, പെട്ടെന്ന് പോയി ആദർശനെ വിളിക്കും ദേവയാനി. ശരി അച്ഛാ. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി നേരെ പോയിട്ട് ആദർശനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശനെയും കൂട്ടിക്കൊണ്ട് മൂത്ത മുത്തശ്ശൻ്റെ മുറിയിലോട്ട് വരികയാണ്. മുത്തശ്ശനെ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച് തല്ലി. അയ്യോ, എന്നെ എന്തിനെ തെറ്റിദ്ധരിച്ച് തല്ലിയെന്ന്? ഞാൻ ഉറങ്ങിപ്പോയിട്ടല്ലേ ഡീല് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടല്ലേ മുത്തശ്ശൻ എന്നെ തല്ലിയത്. അതിലെനിക്കൊരു കുഴപ്പമില്ല. എന്നാലും ഞാൻ നിന്നെ തല്ലാൻ പാടില്ലായിരുന്നു. നിന്നെ തല്ലിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതിനോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. എന്താ മുത്തശ്ശ? വേറൊന്നുമല്ല, ഇന്നലെ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും നിനക്ക് നീ ചോദിക്കാതെ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊണ്ടു തന്നോ? അത് കൊണ്ടു തന്നിരുന്നു മുത്തശ്ശ. എന്താ തന്നത്? പിന്നെ ഞാൻ ചോദിക്കാതെ തന്നെ അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫ് എനിക്ക് ജ്യൂസ് കൊണ്ടു തന്നിരുന്നു. ഞാൻ കിടക്കാൻ നിൽക്കുന്ന സമയം, ആ സമയത്താ നയന വിളിച്ചത്. ജ്യൂസ് കൊണ്ടു തന്നു. അത് കുടിച്ചിട്ടേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം മുതലേ എനിക്ക് ഉറക്കം വന്നത്. എന്നാൽ ആ ജ്യൂസിൽ ഉറക്കക്കുളിക കലർത്തിയിട്ടുണ്ട്. ഉറക്കക്കുളിയോ? അതെങ്ങനെ? അതൊക്കെ AN ജ്വല്ലറിയുടെ പിന്നിലുള്ള കളികളാ. ഓഹോ, അത് ശരി. അപ്പം AN ജ്വല്ലറി ഇത് നാരേ കളിയും കളിക്കാൻ തയ്യാറാണല്ലേ? അതെ, AN ജ്വല്ലറിയുടെ പിന്നിൽ ആരാണെന്ന് കൂടി അറിയണ്ടേ നിനക്ക്? ആരാ മുത്തശ്ശ? സംശയിക്കേണ്ട, ജലജയുടെ ഭർത്താവില്ലായിരുന്നോ ആട്ടിയിറക്കി വിട്ടവൻ? നമ്മുടെ കമ്പനിക്ക് പേരുദോഷം ഉണ്ടാക്കിയിട്ട് അവന് ഞാൻ ആട്ടിയിറക്കി വിട്ടതാ. അവൻ വീണ്ടും നമ്മളെ തകർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചീപ്പായ വഴികൾ സ്വീകരിച്ചെത്തിയിരിക്കുക. ആ നാഗേന്ദ്രൻ. മുത്തശ്ശ, അപ്പോൾ അങ്കിളാണ് ഇതിൻ്റെ പിന്നിലല്ലേ? ഈ വിവരം ആരും അറിയണ്ട. ആരും അറിയാതെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് പോലെ നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ശരി മുത്തശ്ശ. ഇത് നമ്മളല്ലാതെ മറ്റൊരാളും അറിയാൻ പാടില്ല. ശരി.
ഓക്കെ, അങ്ങനെ ഈ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇനി എന്തായാലും ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നത്. അവന്തികയ്ക്ക് 8ന്റെ പണി കൊടുക്കുന്നുണ്ട് കേട്ടോ മൂർത്തി മുത്തശ്ശൻ. അവന്തികയ്ക്ക് ഒരു കല്യാണം തന്നെ തീരുമാനിക്കുന്നുണ്ട്. ആ കല്യാണം അവന്തികയ്ക്ക് വലിയ തലവേദനയാവാണ്. ഇനി എന്തായാലും അവന്തികയ്ക്കും അവന്തികയുടെ അച്ഛനും തിരിച്ചടി കിട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് ആ ഒരു കിടിലൻ എപ്പിസോഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.